അക്രൂരരെ, കൗശികസുതന്മാരായ 2 മുനികുമാരന്മാർ വഴിതെറ്റി കൊട്ടാരത്തിൽ വന്നു. നാരായണനാമവും പാടി. കംസഭടന്മാർ അവർക്ക് വിധിച്ചത് തുറുങ്കും ചമ്മട്ടി കൊണ്ടുള്ള മർദ്ദനവും. മഹാപാപം, മഹാപാപം. ഒന്ന് മയപ്പെടുത്താമെന്ന് കരുതി നാം എന്തോ പറഞ്ഞപ്പോൾ കയർത്ത് കംസരാജൻ പറഞ്ഞ വാക്കുകൾ ഓർത്താൽ ഇന്ന് വിട പറയണം ഇവിടെ നിന്ന്. അക്രൂരരെ, ഈ രാജധാനിയിൽ ധർമ്മബോധമുള്ളവനായി അങ്ങൊരാൾ മാത്രമേയുള്ളൂ. കംസ സൈന്യത്തിൻ്റെ നായകന്മാരിൽ ഒരാളാണെങ്കിലും ഭവാന്റെ ചിത്തത്തിൽ ഭഗവത് ജപങ്ങളാണ് സദാ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നാം വിളിപ്പിച്ചത്. രഹസ്യമായൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ, യാത്ര പറയാൻ. അങ്ങ് ഇവിടം വിട്ടു പോകരുത്. രാജഗുരു കൂടി പോയാൽ. രാജഗുരു? അക്രൂരരെ, രാജാവില്ലാത്ത രാജ്യത്ത് എന്തിന് രാജഗുരു? യഥാർത്ഥ രാജാവ് ഗൃഹബന്ധനത്തിലല്ലേ? ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് കേവലം യുവരാജാവ് മാത്രമായ കംസൻ. യഥാർത്ഥ മഹാരാജാവ് ചിറകെട്ടി നിർത്തപ്പെട്ട മഹാനദി പോലെ വീർപ്പ് മുട്ടി വീട്ടുതടങ്കലിൽ. പാവം, ഇന്നത്തെ സംഭവങ്ങൾ അറിഞ്ഞ്
കംസനെ ഗുണദോഷിക്കാൻ വിളിച്ചിരിക്കുന്നു. ഉഗ്രസേന മഹാരാജാവിൻ്റെ മറ്റൊരു പാഴ്ശ്രമം. അങ്ങയുടെ നാമധേയം ഓർക്കുമ്പോഴൊക്കെ നാം ആലോചിച്ചു പോകാറുണ്ട്. അക്രൂരൻ, ക്രൂരത തെല്ലുമില്ലാത്തവൻ. അത് അന്വർത്ഥമാക്കുന്ന ഒരു രാജാവ് മധുരാപുരിയിലുണ്ടാവണം. അത്തരത്തിലൊരു രാജാവായിരുന്നു ഉഗ്രസേന മഹാരാജാവ്. പക്ഷേ വിധിയല്ല, അധികാരക്കൊതി നമ്മുടെ യുവരാജാവിൻ്റെ. അതിനറുതി വരാൻ കാലമായെന്ന് നമ്മുടെ മനസ്സ് പറയുന്നു. ഇന്നോളം കംസ മഹാരാജൻ ചെയ്ത ആസുര കർമ്മങ്ങളിൽ അതിനീചമാണ് ഇന്നത്തേത്. അതും സഹിച്ചു നിൽക്കാൻ നമുക്കിനി ആവില്ല ക്രൂരരെ.